അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് ബി അപ്പോൺ യു. എത്രത്തോളം പഠിക്കുന്നു എന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് എന്താണോ അറിയുന്നത്, നമ്മൾ എന്താണോ പഠിച്ചിട്ടുള്ളത്, അത് വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക എന്നതാണെന്ന് തോന്നിയിട്ടുണ്ട്. ഓൾറെഡി ഹാഫ് എ ഡേ നാക്കിബ് മഹഫൂസ് ചെയ്തിട്ടുള്ള ഹാഫ് എ ഡേ എന്നുള്ള സ്റ്റോറിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ സമ്മറിയും അത്യാവശ്യം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. First question, why did the narrator wear new clothes? Answer, because it is the first day of school. അപ്പോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾ പുതിയ ഡ്രസ്സ്, പുതിയ കൊട, പുതിയ ബാഗ് എല്ലാം ആയിട്ടല്ലേ ആണ് സ്കൂളിൽ പോവുക. അപ്പോൾ ആ ഒരു ഡേയുടെ ഒരു സ്പെഷ്യാലിറ്റി അതാണ്. എക്സ്പ്ലെയിൻ ഹൗ ദ ചൈൽഡ് ചലഞ്ചസ് ദ ഐഡിയ ഓഫ് സ്കൂളിംഗ്. അപ്പോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടി എങ്ങനെയാണ് ആ ഒരു സ്കൂളിംഗ് എന്നുള്ള ഐഡിയ ചലഞ്ചസ് ആയിട്ട് തോന്നുന്നത്. ദ ചൈൽഡ് സെഡ്, ഐ ചലഞ്ചഡ് മൈ ഫാദർ ഓപ്പൺലി, ഐ ഷാൾ നെവർ ഡു എനിത്തിങ് ടു അനോയ് ഫാദർ. അതായത് ഈ കുട്ടി അച്ഛനോട് തുറന്ന് തുറന്ന് സംസാരിക്കുകയാണ്. ഞാൻ ഇനി ഒരിക്കലും അച്ഛനെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒന്നും ചെയ്യില്ല. നന എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിപ്പിക്കാം. ഹി ഫീൽസ് ദാറ്റ് ഹി ഈസ് ബീങ് സെൻറ്റ് അവേ ഫ്രം ഹോം ആസ് എ പനിഷ്മെൻറ്റ്. അപ്പോൾ ഈ കുട്ടിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ അത് അവർക്ക് ഏറ്റവും സേഫായിട്ടുള്ള ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണല്ലോ സ്വന്തം വീടെന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാമെന്ന് പറയുന്നത് ഒരു പനിഷ്മെൻ്റ് ആയിട്ടാണ് അവന് തോന്നുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ഫാദർ മോട്ടിവേറ്റ് ദ ചൈൽഡ് വെൻ ഹി ഹെസിറ്റേറ്റഡ് ടു എൻ്റർ ദി ക്ലാസ്. അപ്പോൾ കുട്ടിയെ സ്കൂളിൽ പോകാൻ വേണ്ടി മടി കാണിക്കുമ്പോൾ എങ്ങനെയാണ് ഫാദർ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്തത് എന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ, ദ ഫാദർ മോട്ടിവേറ്റ് ദ ചൈൽഡ് ടെല്ലിങ് ഹിം ടു ബി എ മാൻ. ദ ഫാദർ എക്സ്പ്ലെയിൻസ് ദാറ്റ് ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്. ഫാദർ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് എന്താ വെച്ചാൽ, നീ ഒരു പുരുഷനാവാൻ പോവാണെന്നാണ്. അതായത് ഒരു സെൻറ്റൻസും കൂടി ഉണ്ടായിരുന്നില്ല, ഇറ്റ് ഈസ് എ ഫാക്ടറി വിച്ച് പ്രൊഡ്യൂസ് മെൻ ഔട്ട് ഓഫ് എ ബോയ് അല്ലേ. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് പറയുന്നത്, നിന്നെ ഒരു പുരുഷനാക്കാനാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടാക്കുന്നത്. ഫാദർ എക്സ്പ്ലെയിൻസ് ദാറ്റ് ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്. അപ്പോൾ ഇന്ന് തൊട്ടിട്ടാണ് നീ ശരിക്കുള്ള ജീവിതം തുടങ്ങുന്നത് എന്നൊരു വാചകം പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ മകനെ മോട്ടിവേറ്റ് ചെയ്യണത്. ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്, എക്സ്പ്ലെയിൻ ദ ചൈൽഡ്സ് തോട്ട് ഓൺ സ്കൂളിംഗ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ആ കുട്ടി ഇതിന് സമ്മതമല്ലായിരുന്നു. ഈ ഒരു സ്കൂളിങ്ങിനെ കുറിച്ചിട്ടുള്ള കുട്ടിയുടെ തോട്ടിനെ കുറിച്ചിട്ട് പറയാനാണ്, ചിന്തകളെ കുറിച്ചിട്ട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ, നരേറ്റർ ഡസൻറ്റ് ലൈക്ക് ദ ഐഡിയ ഓഫ് ഗോയിങ് ടു സ്കൂൾ ആൻഡ് ബീങ് ചേഞ്ച്ഡ് ഇൻ ടു എ മാൻ. കുട്ടി ഓൾറെഡി ഹാപ്പിയാണ്. പിന്നെ ഈ ഒരു സ്കൂളിൽ പോകാനും ഒരു പുരുഷനാവാന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടൊന്നും കുട്ടിക്ക് അല്ലാതെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ദ നരേറ്റർ സേസ് ദാറ്റ് ഹി വാസ് നോട്ട് കൺവിൻസ്ഡ്. ഹി ഡിഡ്ന്റ് ബിലീവ് ദർ വാസ് റിയലി എനി ഗുഡ് ടു ബി ഹാഡ് ഇൻ tearing him away from the intimacy of his home and throwing him into his building that stood at the end of the road. അപ്പോൾ അവനക്ക് ഇതിൽ വലിയ ഗുണമുള്ള കാര്യമായിട്ടൊന്നും തോന്നിയില്ല. അവനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവൻ്റെ വീട് അല്ലേ. അപ്പോൾ ആ വീട്ടിൽ നിന്ന് അവനെ പറിച്ചെടുക്കുക, ടിയറിങ് മീൻസ് കീറിയെടുക്കുക, പറിച്ചെടുക്കുക അല്ലേ. അവനെ പറിച്ചെടുക്കുകയാണ് അവൻ്റെ വീട്ടിലെ ആ ഇൻറ്റിമസി എന്നൊക്കെ. അപ്പോൾ അതിൽ നിന്ന് പറിച്ചെടുത്തിട്ട് ഈ സ്കൂളിൻ്റെ ഒരു കെട്ടിടത്തിലേക്ക് വലിച്ചെറിയുന്നതിനെ കുറിച്ചിട്ട് അവനക്ക് അത്ര നല്ല അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവനക്ക് നല്ലതായിട്ട് എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളൊരു തോന്നൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ കുട്ടിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവൻ സ്കൂളിങ് എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് അവൻ കൺവിൻസ്ഡ് അല്ലാതിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ബോയ് ഫീൽ ലൈക്ക് എ സ്ട്രേഞ്ചർ ഇൻ സ്കൂൾ. അപ്പോൾ ആദ്യമായിട്ട് പോകുന്ന കുട്ടിക്ക് ആ ഒരു സ്ട്രേഞ്ചറായിട്ട് സ്കൂളിൽ താനൊരു അപരിചിതനാണെന്ന് തോന്നാൻ കാരണം എന്താണ് എന്നാണ് ചോദ്യം. ആൻസർ, ബിക്കോസ് ഹി വാസ് ന്യൂ ഇൻ ദ സ്കൂൾ, ഹി ഡിഡ്ന്റ് നോ എ സിംഗിൾ വൺ ഓഫ് ദം ആൻഡ് നൺ ഓഫ് ദം നോ ഹിം. അപ്പോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ ആർക്കും അവനും അറിയില്ല, അവനക്കും ആരെയും അറിയില്ല. അതുകൊണ്ട് തന്നെ അവനക്ക് എന്താണ് തീർച്ചയായിട്ടും ഒരു സ്ട്രേഞ്ചർ എന്നുള്ള ഫീൽ ഉണ്ടാവാതിരിക്കില്ല അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ ടീച്ചേഴ്സ് അറ്റംപ്റ്റ് ടു കൺസോൾ ദ ചൈൽഡ് ബൈ കോളിംഗ് സ്കൂൾ എ ന്യൂ ഹോം. ആൻസർ, here the child attempt to console the children by calling school a new home because it is their responsibility to be the second mothers apostrophe letter second mothers or fathers of the students, and they must show the beauty and beneficial purpose of knowledge and religion. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന സ്കൂളിൽ വരുന്ന കുട്ടികളോട്
സമാധാനിപ്പിക്കാൻ വേണ്ടി ടീച്ചേഴ്സ് പറയാറുണ്ട് അല്ലേ, ഇവിടെ നിങ്ങളുടെ ഉമ്മമാരെയാണ് കാണാൻ പറ്റുന്നത്, ഫാദേഴ്സിനും മദേഴ്സിനെയാണ് കാണാൻ പറ്റുന്നതെന്ന് പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ ഒരു സെക്കൻഡ് മദറോ അല്ലെങ്കിൽ ഫാദറോ ആയി മാറേണ്ടത് ടീച്ചേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് ദേ മസ്റ്റ് ഷോ ദ ബ്യൂട്ടി ആൻഡ് ബെനിഫിഷ്യൽ പർപ്പസ് ഓഫ് നോളജ് ആൻഡ് റിലീജിയൻ. അതേപോലെ വിദ്യാഭ്യാസം കൊണ്ട് കുട്ടികൾക്ക് അറിവിൻ്റെയും അതുപോലെ മതത്തിൻ്റെ ഒക്കെ ആ ഒരു നല്ല വശങ്ങൾ, ഉപകാരപ്രദമായിട്ടുള്ള വശങ്ങളും അതുപോലെ അതിൻ്റെ സൗന്ദര്യമൊക്കെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ടീച്ചേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടീച്ചർ കുട്ടികളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ ഫാദേഴ്സും മദേഴ്സും ആണെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാറുണ്ട്. ദ ബോയ്സ് ടേൺ ഹാപ്പി ആഫ്റ്റർ ഹി ഫൗണ്ട് ദ റിച്ച് വെറൈറ്റി ഇൻ സ്കൂൾ കമൻറ്റ്. അപ്പോൾ അടുത്തത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ എന്താണ് എസ് എ ടൈപ്പ് അല്ല, പാരഗ്രാഫ്. അപ്പോൾ ഈ കുട്ടി ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്, റിച്ച് വെറൈറ്റീസ് ഓഫ് സം തിങ്സ് അവിടെ കാണുന്നുണ്ട് സ്കൂളിൽ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കുട്ടിയുടെ മനസ്സിന് ഒരു മാറ്റം വരുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ: ഹി സബ്മിറ്റഡ് ടു ദ ഫാക്ട് ദാറ്റ് ദിസ് സബ്മിഷൻ ബ്രോട്ട് എ സോർട്ട് ഓഫ് കണ്ടൻമെൻറ്റ്. ആദ്യമായിട്ട് അവൻ അംഗീകരിച്ച് ഇനി സ്കൂളിൽ പോകാതെ നിവൃത്തിയില്ല, താനൊരു ഗ്രോൺ അപ്പ് ബോയ് ആയിരിക്കണം, സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ല എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ അവനക്ക് എന്ത് കിട്ടി? ഫസ്റ്റായിട്ട് സന്തോഷം, സമാധാനം ഒക്കെ കിട്ടി. ലിവിങ് ബീയിങ് വർ ഡ്രോൺ ടു അതർ ലിവിങ് ബീയിങ്സ്. അവിടെ എന്താണ്? മനുഷ്യന്മാർ മറ്റൊരു മനുഷ്യനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫ്രം ദ ഫസ്റ്റ് മൊമെൻറ്റ് ദ ബോയ്സ് ഹാർട്ട് മേഡ് ഫ്രണ്ട്സ് വിത്ത് സച്ച് ബോയ്സ് ആസ് ദാറ്റ് ടു ബി ഹിസ് ഫ്രണ്ട്സ്. അവനക്ക് വേണ്ട തരത്തിലുള്ള കൂട്ടുകാർ, അവൻ്റെ പ്രായത്തിൽ അവനെ പോലെ ചിന്തിക്കണം, അവനെ പോലെയുള്ള ഒരുപാട് ഫ്രണ്ട്സിനെ അവനക്ക് കിട്ടി. ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് സച്ച് ഗേൾസ് ആസ് ഹി വാസ് ടു ബി ഇൻ ലവ് വിത്ത്. അതുപോലെ തന്നെ അവനക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പെൺകുട്ടികൾ അവിടെ അവനക്ക് ഫ്രണ്ട്സായിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഇറ്റ് സീംഡ് ബൈ മിസ്ഗിവിങ് ഹാഡ് നോ ബേസിസ്. അപ്പോൾ അവനക്ക് പിന്നെ തോന്നുകയാണ് ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്കൂളിനോട് ഇഷ്ടം കാണിക്കാതിരിക്കണതിൽ അതിലൊരു അർത്ഥമില്ല എന്ന് മനസ്സിലാവാണ്. ഹി ഹാഡ് നെവർ ഇമാജിൻഡ് സ്കൂൾ വുഡ് ഹാവ് ദിസ് റിച്ച് വെറൈറ്റി. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വെറൈറ്റീസ് സ്കൂളിൽ ഉണ്ടാവുമെന്ന് അവൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല, അവൻ ഇമാജിൻ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദേ പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഡിഫറെൻറ്റ് ഗെയിംസ്, swings, the vaulting horse, ball games in the music room. They changed their first songs. അങ്ങനെ ഒരുപാട് കളികൾ കളിച്ച് അതുപോലെ മ്യൂസിക് റൂമിൽ അവരവരുടെ ഫസ്റ്റ് സോങ്സിന് മാറ്റി എന്നൊക്കെയാണ് പറയണത്. ദേ ആൾസോ ഹാഡ് ദെയർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. ആദ്യമായിട്ട് ബി ഫോർ ബോൾ, സി ഫോർ കാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ് കിട്ടി. ദേ സോ എ ഗ്ലോബ് ഓഫ് ദി എർത്ത് വിച്ച് റിവോൾവ്സ് ആൻഡ് ഷോഡ് ദ വേരിയസ് കോണ്ടിനെൻറ്റ് ആൻഡ് കൺട്രീസ്. അതുപോലെ ഒരു ഗ്ലോബ് കണ്ട് അല്ലേ. ഇതൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് അല്ലേ. ദേ സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ്. ദ സ്റ്റോറി ഓഫ് ദ ക്രിയേറ്റർ ഓഫ് ദി യൂണിവേഴ്സ് വാസ് റീഡ് ടു ദം. അതുപോലെ അവർക്ക് ദൈവത്തെക്കുറിച്ചിട്ടുള്ള കഥകൾ, യൂണിവേഴ്സ് സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ചിട്ടുള്ള കഥകൾ പറഞ്ഞു കൊടുത്ത് they were told to this present world and of hereafter. They heard examples of what God said. അതുപോലെ എന്താണ് ഇപ്പോഴുള്ള ഈ ലോകത്തെക്കുറിച്ചിട്ടും അതുപോലെ പരലോകത്തെക്കുറിച്ചിട്ടും എല്ലാം അവരറിഞ്ഞ്, അതുപോലെ ദൈവം എന്താണ് പറഞ്ഞത് എന്നത് എക്സാമ്പിളിലൂടെ അവർക്ക് അറിയാൻ പറ്റി. വി ഏജ്, പിന്നെ അതൊന്നും കൂടാതെ ഏറ്റവും മനോഹരമായ വശം, വി ഏജ് ഡെലീഷ്യസ് ഫുഡ്, ടുക്ക് എ ലിറ്റിൽ നാപ്പ് ആൻഡ് വാക്ക് അപ്പ് ടു ഗോ ഓൺ വിത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്, പ്ലേ ആൻഡ് ലേണിംഗ്. അതുപോലെ ഞങ്ങൾ നല്ല ഭക്ഷണം കഴിച്ച് അതുപോലെ ചെറുതായിട്ടൊന്ന് മയങ്ങി, അതുപോലെ ഫ്രണ്ട്ഷിപ്പും സ്നേഹവും കളിയും പഠിപ്പും എല്ലാം ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. Next question, what realizations made the narrator say, we did not find it as totally sweet and unclouded as presumed. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾക്കത് കംപ്ലീറ്റ്ലി സ്വീറ്റ് ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല, അതുപോലെ ആഗ്രഹിച്ച പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. അതിന് കാരണം എന്താണെന്നാണ് ചോദ്യം. ആൻസർ: in spite of the good food, learning, games and friendship, there were things that were not sweet. ഈ കളിയും ചിരിയും തമാശയും ഒക്കെ രസമായിരുന്നു, പക്ഷേ അതല്ലാതെ അത്ര സ്വീറ്റ് അല്ലാത്ത കാര്യങ്ങളുണ്ട്. ഡസ്റ്റ് ലാഡൻ വിൻസ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ് ഒക്കേർഡ്. കുട്ടികളെ കളിക്കുന്ന സ്ഥലത്ത് നമുക്ക് നന്നായി അറിയാമല്ലേ, നന്നായി പൊടി പാർന്ന ഒരു അന്തരീക്ഷമായിരിക്കും. പിന്നെ അതുപോലെ പ്രതീക്ഷിക്കാത്ത ആക്സിഡൻറ്റ്സ് ഉണ്ടാകും, കുട്ടികൾ തമ്മിൽ കൂട്ടിമുട്ട അല്ലെങ്കിൽ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നുള്ളേപ്പിച്ചൊക്കെ ചെയ്തിട്ടുള്ള ആക്സിഡൻറ്റ്സ് ഉണ്ടാവും. സോ ദ ചിൽഡ്രൻ ഹാഡ് ടു ബി വാച്ച്ഫുൾ ആൻഡ് പേഷ്യൻറ്റ്.
അതുകൊണ്ട് തന്നെ കുട്ടികൾ എല്ലാ സമയത്തും നിരീക്ഷിക്കപ്പെടുന്നവരായിരിക്കും. അവർക്ക് സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് അവിടെ നിൽക്കുന്നുണ്ടാവും. റിവാൽറീസ് ബ്രോട്ട് പെയിൻ, ഹേറ്റ്രഡ് ആൻഡ് ഫൈറ്റിംഗ്. കുട്ടികൾ തമ്മിൽ ഇപ്പോൾ മെസ്സി, റൊണാൾഡോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുതായിട്ട് തല്ലും വഴക്കും, അതുപോലത്തെ ഈ തല്ലും വഴക്കൊക്കെ എന്ത് കൊണ്ടുവരും? പെയിന് കൊണ്ടുവരും, വെറുപ്പ്, ഹേറ്റ്രഡ്, അതുപോലെ തല്ലും കൊണ്ടുവരും, ഫൈറ്റിംഗ്. ദ ലേഡി സംടൈംസ് സ്കോൾഡ് ആൻഡ് സ്കോൾഡഡ്. ചില സമയത്ത് കണ്ണുരുട്ടി കാണിക്കുകയും ചില സമയത്ത് ചീത്ത പറയുകയൊക്കെ ചെയ്യാറുണ്ട് അവിടുത്തെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആയമാരൊക്കെ. ഷീ ഈവൻ ഗേവ് ദം ഫിസിക്കൽ പണിഷ്മെൻറ്റ്. ചിലപ്പോൾ സഹിക്കാൻ പറ്റാണ്ടാകുമ്പോൾ കുട്ടികളെ ചെറുതായിട്ട് ഫിസിക്കൽ പണിഷ്മെൻറ്റൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ആ ഒരു സ്കൂൾ കണ്ടീഷൻ അത്ര സ്വീറ്റല്ല എന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ നെറേറ്റീവ് ടെക്നിക് യൂസ്ഡ് ബൈ ദ ഓതർ. ആൻസർ, ദ ഓതർ ഹാസ് യൂസ്ഡ് ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ് ആൻഡ് ദ സ്റ്റോറി ടെല്ലിംഗ് മോഡ്. അതായത് ഇതിൽ നെറേറ്റീവ് യൂസ് ചെയ്തിട്ടുള്ളത് ഏത് ടെക്നിക്കാണെന്നാണ് ചോദ്യം. നെറേറ്റീവ് ടെക്നിക്ക് ഏതാണെന്ന് ചോദ്യം. അപ്പോൾ ഓതർ യൂസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവാണ്. അതായത് ഐ എന്നുള്ള ഫസ്റ്റ് പേഴ്സൺ പേഴ്സ്പെക്റ്റീവിലാണ് ഈ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കഥയിൽ നമുക്ക് കാണുന്നത് കഥ പറയുന്ന പോലത്തെ ഒരു മോഡാണ്. ദി നരേറ്റീവ് ഈസ് ലീനിയർ ആൻഡ് ദ സ്റ്റോറി പ്രൊസീഡ്സ് ഇൻ എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനർ. ഇതിൽ ഇങ്ങനെ തുടർക്കഥ പോലെ അല്ലേ, ഓരോ സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു സ്റ്റോറിയിൽ ഡെവലപ്മെൻറ്റ് വരുന്നത്. സിമ്പിൾ ലാംഗ്വേജ് ആൻഡ് ഷോർട്ട് സെൻറ്റൻസസ് മേക്ക് ദ സ്റ്റോറി വെരി എൻജോയബിൾ. അധികം ബുദ്ധിമുട്ടില്ലാത്ത ലാംഗ്വേജും അതുപോലെ വളരെ ചെറിയ സെൻറ്റൻസസൊക്കെ ഈ ഒരു സ്റ്റോറിയെ കൂടുതൽ എൻജോയബിളാക്കി മാറ്റുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ബോയ് റെസിസ്റ്റ് ഹിസ് ഫാദേഴ്സ് അറ്റംപ്റ്റ് ടു സെൻഡ് ഹിം ടു സ്കൂൾ? വാട്ട് മെയ്ഡ് ഹിം ആസ്ക് ദ ക്വസ്റ്റ്യൻ വൈ സ്കൂൾ? അപ്പോൾ ടീച്ചർ കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടി എതിർത്തത് എന്നാണ് ചോദ്യം. അതുപോലെ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ടായില്ലേ, വൈ സ്കൂൾ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ, ദ ബോയ് റെസിസ്റ്റഡ് ഹിസ് ഫാദേഴ്സ് അറ്റംപ്റ്റ് ടു സെൻഡ് ഹിം ടു സ്കൂൾ ബിക്കോസ് ടു ഹിം ഹിസ് ഹോം വാസ് പാരഡൈസ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഏത് കുട്ടിയായിരുന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടാണ് അവരുടെ സ്വർഗം അല്ലേ. ആൻഡ് ഹീ ഡിഡ് നോട്ട് വാണ്ട് ടു ലീവ് ഹോം. അതുകൊണ്ട് തന്നെ ആ കുട്ടി വീട് വിട്ടു പോകാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. ഹി ആസ്ക്ഡ് ദ ക്വസ്റ്റ്യൻ വൈ സ്കൂൾ. അതിലത്തെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ ആ കുട്ടി ചോദിച്ചിരുന്നു അല്ലേ, എന്തിനാണ് സ്കൂൾ? ബിക്കോസ് ഹി തോട്ട് സ്കൂൾ വാസ് എ പ്ലേസ് ഫോർ പണിഷ്മെൻറ്റ്. കാരണം കുട്ടി വിചാരിച്ചത് സ്കൂൾ എന്ന് പറഞ്ഞാൽ പണിഷ്മെൻറ്റ് കിട്ടുന്ന, ശിക്ഷ കിട്ടുന്ന ഒരു സ്ഥലമായിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് വൈ ഹി ടോൾഡ് ഹിസ് ഫാദർ ദാറ്റ് അറ്റ് ഹോം ഹി വുഡ് ഡു നത്തിങ് ടു അനോ ഹിം. അതുകൊണ്ടാണ് കുട്ടി അച്ഛനോട് പറഞ്ഞത്, ഇനി അച്ഛനെ ദേഷ്യം പിടിപ്പിക്കാൻ ഞാൻ വീട്ടിലൊന്നും ചെയ്യില്ല, അച്ഛൻ്റെ നല്ല മോനായിട്ടിരുന്നോളാം എന്നൊക്കെ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് ഹോം ആസ് എ സിമ്പിൾ ഇൻ ദ സ്റ്റോറി. അപ്പോൾ ഈ ഒരു കഥയിൽ ഹോം എന്നുള്ളത് ഒരു സിമ്പിളായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതിനെക്കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ, അറ്റ് ദി സ്റ്റാർട്ടിംഗ് ഓഫ് ദി സ്റ്റോറി വി സീ ദ നരേറ്റർ ഹു ഈസ് എ യങ് ചൈൽഡ് വാക്കിംഗ് വിത്ത് ഹിസ് ഫാദർ ടു അറ്റൻഡ് ഹിസ് ഫസ്റ്റ് ഡേ ടു സ്കൂൾ. അപ്പോൾ കഥയുടെ തുടക്കത്തിൽ നമുക്കൊരു കുഞ്ഞു കുട്ടിയെ കാണുന്നുണ്ട്. അവൻ്റെ അച്ഛൻ്റെ കൂടെ സ്കൂളിലേക്ക് വരാൻ പോവാണ്. The boy is delighted with the new clothes he is wearing for the occasion, but is worried about going to school. അപ്പോൾ പുതിയ വസ്ത്രങ്ങളൊക്കെ ഇട്ടതുകൊണ്ട് കുട്ടി ഒരുപാട് സന്തോഷവാനായിരുന്നു. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ അവനക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പരിഭ്രമം തോന്നിയിരുന്നു സ്കൂളിലേക്ക് പോകണമല്ലോ എന്നാലോചിച്ചപ്പോൾ. ആസ് ഹി വാക്സ് ലോങ് ഹോൾഡിങ് on to his father's hand, he occasionally turns to ask his father why he must go. അപ്പോൾ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ അച്ഛൻ്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് സ്കൂളിൽ പോകുന്നതെന്ന്. ഹി ഫീൽസ് ദാറ്റ് പെർഹാപ്സ് ഹി ഈസ് ബീങ് സെൻഡ് അവേ ഫ്രം ഹോം ആസ് എ പണിഷ്മെൻറ്റ്. നേരത്തെ പറഞ്ഞ തന്നെയാണ്, കുട്ടി സ്കൂളിൽ നിന്ന് പോവാന്ന് പറഞ്ഞാൽ, വീട് വിട്ടിട്ട് സ്കൂളിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു ശിക്ഷയാണ്. To him, home is the place of comfort and he does not like to be sent away from there. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വീട് എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഒരു ഇടമാണ് അല്ലേ. അവിടുന്ന് പോവാൻ ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അറ്റ് ഹോം യു ഗെറ്റ് ലവ്, അഫെക്ഷൻ ആൻഡ് കമ്പാനിയൻഷിപ്പ്. വീട്ടിൽ നമുക്ക് നമ്മുടെ സ്നേഹം, ഇഷ്ടം ഒക്കെ കിട്ടാറുണ്ട് അല്ലേ. അതുപോലെ സിബ്ലിങ്സൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കമ്പാനിയൻഷിപ്പും എല്ലാം ഉണ്ടാവാറുണ്ട്.
പാരൻസ് ആൻഡ് സിബ്ലിങ്സ് ഹെൽപ്സ് ദ ബോയ് ടു ഫീൽ ഹാപ്പി ആൻഡ് കംഫർട്ടബിൾ. അപ്പോൾ എപ്പോഴും പാരൻസും സിബ്ലിങ്സും എന്താ ചെയ്യാറ്, സഹോദരങ്ങൾ എന്താ ചെയ്യുക, ആ കുട്ടിയെ ഏറ്റവും നല്ല രീതിയിൽ സന്തോഷിപ്പിച്ച് കംഫർട്ടബിളാക്കി ഇരുത്താണ് ചെയ്യാറ് അല്ലേ. ഓൾദോ ഹിസ് ഫാദർ അഷ്യൂർസ് ഹിം ഹി ഈസ് നോട്ട് കൺവിൻസ്ഡ് ദാറ്റ് ദ റിയലി വാസ് എനി ഗുഡ് ടു ബി ഹാഡ് ഇൻ ടിയറിങ് ഹിം അവേ ഫ്രം ദി ഇൻറ്റിമസി ഓഫ് ഹിസ് ഹോം. അപ്പോൾ അവൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ എന്നെ ഈ ഒരു വീട്ടിൽ നിന്ന് പറിച്ചെടുത്തിട്ട് സ്കൂളിൽ പറഞ്ഞയക്കണേൽ അവനക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാകും എന്ന് അവൻ ചിന്തിക്കണില്ല. വി സീ ദ ബോയ് ഹെസിറ്റൻറ്റ് അറ്റ് ദ സ്കൂൾ ടു എൻറ്റർ ഇറ്റ്, ബട്ട് ദെൻ ദ ഫാദർ ടെൽസ് ഹിം to be a man as that day the boy truly begins his life. പക്ഷെ അങ്ങനെ പോകാൻ വേണ്ടി മടിച്ചു നിന്ന കുട്ടിയോട് അച്ഛൻ പറയുന്നത് എന്താണ്, നീ ഒരു പുരുഷനാവാൻ പോവുകയാണ്. ദാറ്റ് ഡേ ദി ബോയ് ട്രൂലി ബിഗിൻസ് ലൈഫ്. അന്നത്തെ ദിവസം തൊട്ടിട്ടാണ് അവൻ ശരിക്കും അവൻ്റെ ലൈഫ് തുടങ്ങുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദർ വാസ് നോ ക്വസ്റ്റ്യൻ ഓഫ് എവർ റിട്ടേണിംഗ് ടു ദ പാരഡൈസ്ഡ് ഹോം. ഈസ് ഇറ്റ് അബൌട്ട് ദി ബ്രേവിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ് കമൻ? അതായത് ഇനി ഇവിടെ ഒരു തിരിച്ച് വീട്ടിലേക്കുള്ള പോവുക എന്നൊരു ക്വസ്റ്റ്യൻ ഉയർന്നു വരുന്നില്ല. അപ്പം ഇതിൽ ഹ്യൂമൻ ലൈഫിൻ്റെ ഒരു എന്താണ് രൂപമാണോ കാണുന്നത് എന്നതിനെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ, ദ സ്റ്റോറി ഹാഫ് എ ഡേ ബൈ ദ നോബൽ പ്രൈസ് വിന്നിംഗ് ഈജിപ്ഷ്യൻ റൈറ്റർ നാക്കിബ് മെഹ്ഫൂസ് ഈസ് എൻ അലേഗറി ദാറ്റ് ഷോസ് ദ ട്രാൻസെൻസ് ഓഫ് ലൈഫ്. അപ്പോൾ ഇതിൽ നമ്മൾ അലേഗറിക്കായിട്ടുള്ളൊരു കഥയാണ് കാണുന്നത്. ഇതിൽ കാണിക്കുന്നത് ലൈഫിൻ്റെ ഒരു മറ്റൊരു വശമാണ്. ആൻഡ് ദ പാസേജസ് ഓഫ് ടൈം, അതുപോലെ സമയത്തിൻ്റെ ഒരു പോക്കും. അലേഗറി എന്ന് പറഞ്ഞാൽ ദ്വയാർത്ഥം അല്ലേ, രണ്ടർത്ഥത്തിലുള്ളൊരു കഥയാണ്. അതുപോലെ ഷോസ് ദ ട്രാൻഷ്യസ് ഓഫ് ലൈഫ്. ട്രാൻഷ്യസ് എന്ന് പറഞ്ഞാൽ ക്ഷണികത, ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് അല്ലേ, രണ്ട് ബ്രീത്തിൻ്റെ ഇടയിലുള്ളത് അല്ലേ ഒരു ലൈഫ്. ആൻഡ് ദ പാസേജ് ഓഫ് ടൈം, അതുപോലെ സമയം പെട്ടെന്ന് കടന്നു പോകുന്നുണ്ട്. ഇറ്റ് ഈസ് ആൾസോ എ കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറി where the author traces the narrator's life from his time as a school boy till he becomes a grandfather. അപ്പോൾ ഈ ഒരു കഥയിൽ നമുക്ക് കാണുന്നത് ഓഥർ, അതായത് നാക്കിബ് മെഹ്ഫൂസിൻ്റെ തന്നെ ലൈഫാണ്. അദ്ദേഹം ഒരു സ്കൂൾ ബോയ്, പെട്ടെന്നാണ്, നമുക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ട്, പെട്ടെന്ന് കാലങ്ങൾ കടന്നു പോയ പോലെ, സ്കൂളിൽ ആദ്യത്തെ ഡേ ഒക്കെ പെട്ടെന്ന് തീർന്ന പോലെ തോന്നാറുണ്ട് അല്ലേ. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്കൂൾ ബോയ് ആയിട്ടുള്ള ലൈഫിൽ നിന്ന് ഒരു ഗ്രാൻഡ് ഫാദർ ആവുന്ന വരെയുള്ള ലൈഫിൻ്റെ ആ ഒരു പോക്കിനെയാണ് അദ്ദേഹം ഈ ഒരു കഥയിൽ കാണിക്കുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ വോൾ ലൈഫ് സൈക്കിൾ ഓഫ് എ ഹ്യൂമൻ ബീയിങ്. അപ്പോൾ ഇതിൽ ഹാഫ് എ ഡേയിൽ നമുക്ക് കാണുന്നത് എന്താണ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു ചക്രം. Time passes so fast that even the narrator is taken back by the sudden transformation. അപ്പോൾ ഇടയ്ക്ക് പിന്നോട്ട് നോക്കുമ്പോൾ നരേറ്ററിന് തന്നെ മനസ്സിലാവണില്ല എത്ര പെട്ടെന്നാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത് എന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അങ്കലാപ്പ് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ കാണാം. മെഹ്ഫൂസ് പ്ലേസ് വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് ടൈം ആൻഡ് ആൾസോ വിത്ത് ദ ഹ്യൂമൻ സൈക്കോളജി. അപ്പോൾ മനുഷ്യൻ്റെ മനഃശാസ്ത്രവും അതുപോലെ സമയം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ടൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ഇതിൽ ചിത്രീകരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ദ സ്റ്റോറി ആൾസോ ഷോസ് ദ സോഷ്യൽ, കൾച്ചറൽ ആൻഡ് എക്കണോമിക് ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ ഹോം ലാൻഡ്സ് ഓവർ ദ ഇയേഴ്സ്. അതുപോലെ ഇതിൽ നമുക്ക് കാണാം, കുട്ടി ആദ്യം വരുമ്പോഴുള്ള സിറ്റുവേഷനല്ല, കുട്ടി സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും മൊത്തത്തിൽ സറൗണ്ടിങ്സിനൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ ലോകത്തിനും പെട്ടെന്ന് കൾച്ചറലും എക്കണോമിക്കും അതുപോലെ സോഷ്യലായിട്ടുള്ള ചേഞ്ചസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പണ്ടത്തെ ആളുകൾ ഇടപഴകുന്ന പോലെയല്ല ഇപ്പോഴത്തെ ആളുകൾ പെരുമാറുന്നത്. അതേപോലെ നമ്മൾ കൾച്ചർ, എക്കണോമിക് ചേഞ്ചസ് ഒക്കെ ഭയങ്കര പെട്ടെന്ന് നടക്കുന്നുണ്ടെന്നാണ് നാക്കിബ് മെഹ്ഫൂസ് പറയുന്നത്. ചേഞ്ചസ് വർ സോ ഫാസ്റ്റ് ദാറ്റ് മെനി നാറ്റീവ് പീപ്പിൾ സ്ട്രഗിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അഡാപ്റ്റ് ടു ദം. അപ്പോൾ പലപ്പോഴും പഴയ ആൾക്കാർക്ക് പുതിയ ആളുകളുടെ രീതികളുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ, അതിലേക്ക് വരാൻ, എഴുകിച്ചേരാനൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. ദ ബോയ് ഗോസ് ടു സ്കൂൾ ആൻഡ് ബൈ ദ എൻഡ് ഓഫ് ദി ഡേ ഹി റിട്ടേൺസ് ഹോം ബട്ട് ദെൻ ഹി ലോസസ് ദ വേ. അപ്പോൾ കുട്ടി സ്കൂളിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ വഴി അവന് നഷ്ടപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മളൊക്കെ ലൈഫിൽ നമ്മൾ വളർന്നൊരു സിറ്റുവേഷൻ ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ പ്രായമായി വരുമ്പോൾ സമൂഹം നമ്മുടെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് അഡ്ജസ്റ്റഡ് ആവാതെയൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ വഴി അല്ലെങ്കിൽ
ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും മാറ്റി നിർത്തിപ്പെടാറുണ്ട്. ഇപ്പോൾ ഓൾഡ് ഏജ് ഹോംസൊക്കെ അങ്ങനെയാണല്ലോ വരുന്നത്. അവരെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. യങ് ജനറേഷന് അവരുടെ ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും ഓൾഡ് ഏജ് ഹോംസൊക്കെ വരുന്നത്. അതേപോലെ തന്നെ ഈ ഈ ഓൾഡ് പീപ്പിളിനും വേണ്ട വിധത്തിലുള്ള കൺസേൺസ് ഈ യങ് ജനറേഷൻ പീപ്പിൾ കൊടുക്കാത്തത് കൊണ്ടും വരാം. ദ ടൈറ്റിൽ ഓഫ് ദി സ്റ്റോറി ക്യാരീസ് ടു എഡ്ജസ് ഓഫ് ലൈഫ് എക്സ്പ്ലെയിൻ. അപ്പോൾ ജീവിതത്തിൻ്റെ 2 തലങ്ങളിൽ സ്കൂൾ ബോയ് ആയിട്ട് ആ സ്കൂളിൽ നിന്ന് തിരിച്ചുണ്ടിറങ്ങുമ്പോഴത്തേനും ആ ലൈഫിൻ്റെ മൊത്തം കഥ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ: ദ ടൈറ്റിൽ ഓഫ് ദി സ്റ്റോറി ഈസ് ഹാഫ് എ ഡേ, അല്ലേ, ഒരു പകുതി ദിവസം, അതാണ് ഇതിൻ്റെ ടൈറ്റിൽ. ആൻഡ് ഇറ്റ് ഈസ് എ വണ്ടർഫുൾ സ്റ്റോറി ബൈ ദ നോബൽ പ്രൈസ് വിന്നിംഗ് ഈജിപ്ഷ്യൻ റൈറ്റർ നാക്കിഫ് മഹ്ഫൂസ്. അപ്പോൾ നാക്കിഫ് മഹ്ഫൂസിൻ്റെ വളരെ മനോഹരമായൊരു കഥ തന്നെയാണിത്. ദ ടൈറ്റിൽ സെർട്ടൻലി ക്യാരീസ് ടു എഡ്ജസ് ഓഫ് ലൈഫ്. അപ്പോൾ ടൈറ്റിൽ തന്നെ എന്താണ്, ഒരു ജീവിതത്തിൻ്റെ 2 തലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ദി ഹാഫ് എ ഡേ സ്പെൻഡ് ഇൻ സ്കൂൾ ഇസ് ആൻ അലേഗറി ഫോർ ദ വേ ഇൻ വിച്ച് എൻ എൻ്റയർ ലൈഫ് ടൈം ക്യാൻ സീം ടു ലാസ്റ്റ് ഓൺലി ഹാഫ് എ ഡേ. ഇതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൻ്റെ യാത്ര തീരുന്ന സമയത്ത് നമുക്ക് തോന്നും നമ്മൾ വെറും ഒരു പകുതി ദിവസം മാത്രമാണ് ജീവിച്ചിട്ടുള്ളത്. നമ്മുടെ ലൈഫ് എത്ര പെട്ടെന്നാണ് തീർന്നത്. നമ്മളെ ലൈഫ് മൊത്തം ഒരു ഹാഫ് എ ഡേ കൊണ്ട് തീർന്നു പോയൊരു ഫീലിംഗ് ജീവിതത്തിൻ്റെ അന്തിമഘട്ടത്തിൽ നിൽക്കുന്ന ഏതൊരു മനുഷ്യനും തോന്നും എന്നാണ് പറയുന്നത്. ദ സ്കൂൾ റെപ്രസെൻറ്റ്സ് വാട്ട് വൺ മൈറ്റ് കോൾ ദ സ്കൂൾ ഓഫ് ലൈഫ്. അപ്പോൾ ഇതിലത്തെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസും ഒബ്സർവേഷനും അനലൈസിസും ഒക്കെ കൊണ്ട് സ്കൂൾ ഓഫ് ലൈഫ് ഉണ്ട്, അല്ലേ, നമ്മളെ ലൈഫിൻ്റെ ഒരു സ്കൂളിംഗ് നടക്കുന്നുണ്ട്. ആ ഒരു സംഭവമാണ് സ്കൂൾ എന്നതുകൊണ്ട് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആസ് ഫോർ ദ ഇവൻറ്റ്സ് ദാറ്റ് ടേക്ക് പ്ലേസ് ദർ ആർ അലഗറിക്കൽ ഫോർ ദ ഹ്യൂമൻ കണ്ടീഷൻ ആൻഡ് ദ ഹ്യൂമൻ എക്സ്പീരിയൻസസ് ഓഫ് ലൈഫ്. ഹാഫ് എ ഡേ ഷോസ് ദ പ്ലഷർ ആൻഡ് പെയിൻസ് ഓഫ് ലൈഫ്. ഹാഫ് എ ഡേയിൽ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴുള്ള ആ ഒരു സന്തോഷവും അതേപോലെ ലൈഫിലുള്ള, സ്കൂളിൽ പോകാമെന്നല്ല ഉദ്ദേശിക്കുന്നത്, ലൈഫിലുള്ള, സ്കൂളിംഗ് എന്ന് പറഞ്ഞാൽ ലൈഫ് പഠിക്കുകയാണ് നമ്മൾ, അല്ലേ. അപ്പോൾ ആ ഒരു പഠിക്കുമ്പോഴുള്ള പ്ലഷറും അതേപോലെ തന്നെ ലൈഫിൻ്റെ പെയിൻസിനും കുറിച്ചിട്ടും പറയുന്നുണ്ട്. ലൈഫ് ഈസ് നോട്ട് ഓൾവേസ് പ്ലഷറബിൾ നോർ ഈസ് ഇറ്റ് ഓൾവേസ് പെയിൻഫുൾ. അപ്പോൾ എന്നും പറയാറുള്ളൊരു ഇടിയുണ്ടല്ലോ, ലൈഫ് ഇസ് നോട്ട് ബെഡ് ഓഫ് റോസസ് എന്ന് പറയുന്ന പോലെ ജീവിതം ഒരു പൂന്തോട്ടമല്ല, എപ്പോഴും പോരാട്ടം തന്നെയാണ്, അല്ലേ. അപ്പം ജീവിതത്തിൽ എപ്പോഴും എന്തല്ല, പ്ലഷറബിൾ അല്ല, നോർ ഇറ്റ് ഓൾവേസ് പെയിൻഫുൾ. അതുപോലെ തന്നെ എപ്പോഴും വേദനാജനകം എന്നല്ല, ലൈഫ് അത്യാവശ്യം എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളും തരുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് ഡേ ആൻഡ് നൈറ്റ് ഡിവൈഡ് ദ ഡേ. അതുപോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡേ ആൻഡ് നൈറ്റ് ഒരു ദിവസത്തെ വേർതിരിക്കുന്നത് പോലെ. പ്ലഷർ ആൻഡ് പെയിൻസ് ഡിവൈഡ് ലൈഫ്. ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. അഗെയിൻ വി ഫൈൻഡ് ദ 2 എഡ്ജസ് ഓഫ് റൂറൽ ആംബിയൻസ് ആൻഡ് ക്രൗഡഡ് അർബൻ ബിസി ലൈഫ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് 2 തരത്തിൽ ലൈഫ് കാണാൻ പറ്റും. ഒന്ന് റൂറൽ ആംബിയൻസ്, നല്ല പ്രകൃതിദത്തമായിട്ടുള്ള കാഴ്ചകളുമായിട്ടുള്ള ഒരു ജീവിതം. അതേപോലെ ക്രൗഡഡ് അർബൻ ബിസി ലൈഫ്, അതുപോലെ ടൗൺ ഏരിയയിലുള്ള ബിസി ലൈഫ്. In the school you find the 2 edges of life, smiles and scolds. അതുപോലെ ആ സ്കൂളിൽ കണ്ടിട്ടുള്ള ലേഡി, അല്ലേ, അവരുടെ ലൈഫ് അതും എന്താണ് സിംബലൈസ് ചെയ്യുന്നത്, ആ ലേഡിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും 2 എഡ്ജസ് ഓഫ് ലൈഫ്. അതിൽ സ്മൈൽസും വരുന്നുണ്ട്, സ്കൗൾസും വരുന്നുണ്ട്. താങ്ക് യു.